ഈ എന്തീ കാട്ടണ്? കഴിക്കാനൊന്നും ആയിട്ടില്ല. ഇത് ഉണ്ടാക്കൊന്നും വേണ്ടേ? ഇങ്ങനെ കഴിച്ചാ മതി. എങ്ങനെ കഴിച്ചോ? ഈ കൂടുതൽ വർത്താനം പറയാൻ നിൽക്കണ്ട. ഒന്ന് മേലെ പണിയെടുക്ക്. എന്താടാ കടകളൊന്നും തുറന്നിട്ടില്ലല്ലോ. ഇത് നമ്മൾ നടത്തുന്ന പണിമുടക്കാ. ഒരാളൊന്നും പണിക്ക് പോകാൻ പാടില്ല. ആ ഓക്കെ, ഞാൻ വരാം. ഈ നാട് മുഴുവൻ പണിമുടക്കാലോ. വീട്ടിലിരിക്കണ ഞങ്ങക്ക് പണിമുടക്കൊന്നുമില്ല. ഇജി പണിമുടക്കേ? അപ്പൊ ഞാൻ പട്ടിണിയാവില്ലേ? ആ അപ്പൊ അറിയാലേ. എന്തായാലും നമ്മളെ പണിമുടക്ക് വിജയിച്ചുട്ടാ. എന്നാ നമ്മളെ പരിപാടി നോക്കല്ലേ? സാധനം വണ്ടിയിലുണ്ട്. ഇനി സോഡയും ടച്ചസും കിട്ടിയാൽ മതി. അന്നെ കൊണ്ട് ഈ പണിമുടക്ക് ഇനി എവിടെ പോയിട്ട് സോഡ മേടിക്കാനാ? അതിപ്പോ അന്നൊക്കെ ഒരു കാര്യം പറഞ്ഞിരിപ്പിച്ചേ ഇന്നെ പറഞ്ഞാ മതി. വായോ, എന്തെങ്കിലും പറഞ്ഞിട്ട് രവിയേട്ട തുറപ്പിക്കാം. എന്തെങ്കിലും പറഞ്ഞിട്ട് മൂപ്പരെ കൊണ്ട് കട ഉറപ്പിക്കട്ടോ. അതേ അല്ലെങ്കിൽ ഒരു വഴിയില്ലേ? രവിയേട്ടോ, രവിയേട്ടോ, ഒന്ന് രണ്ട് സാധനങ്ങൾ വേണം. ഒന്ന് കടയിലേക്ക് വരുമോ? ഇല്ല, ഇന്ന് പണിമുടക്കല്ലേ, തുറക്കണ്ടെന്നാ പറഞ്ഞിരിക്കുന്നു. എന്ത് പണിമുടക്ക് രവിയേട്ടാ? ആ കട തുറന്നാലേ നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കുള്ളൂ. വയ്യ, ഈ പണിമുടക്കിന് കട തുറന്നു പറഞ്ഞിട്ട് ഞാൻ ഒരു പ്രശ്നത്തിനില്ല. പണിമുടക്കൊക്കെ ടൗണിലല്ലേ രവിയേട്ടാ, ഇവിടെ കാര്യവും നടപ്പിക്കാനാ. നിങ്ങൾ വരും, ഞങ്ങളില്ലേ കൂടെ? അല്ല, ഞാന് നിങ്ങളുടെ വരി. രണ്ട് ലിറ്റർ സോഡ, ഒരു സെവനപ്പ്, ഒരു കപ്പലണ്ടിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ആ കാര്യമൊക്കെ. അതെ അതെ അതെ. ഏയ് നേതാവ് വിളിക്കണല്ലോ. നേതാവേ, പിന്നെ എല്ലാ കട അടപ്പിച്ചിട്ടുണ്ട്. ഒരു മിനിറ്റ്. അല്ലടാ, രവിയേട്ടനാണ് അടപ്പിക്കണ്ടേ? പിന്നെ അടപ്പിക്കണ്ടേ? ആ എന്ത് പറ്റി? മിച്ചർ വേണോ? മിച്ചർ നിങ്ങൾ കട അടച്ച രവിയേട്ടാ, വെറുതെ പണി വന്നിക്കണ്ട. അല്ല, എന്തെങ്കിലും ഒരു കച്ചവടം കിട്ടണ ഇത്. എന്ത് കച്ചവടം? ഇവിടെ നാട് മുഴുവൻ കടടച്ചിട്ടിരിക്കുമ്പോഴാ നിങ്ങൾ കടടച്ച. നിങ്ങളല്ലേ നേരത്തെ? ആ ഞങ്ങൾ തന്നെ പറഞ്ഞേ, ഇനി ഞങ്ങൾ തിരിച്ചു കട അടച്ചിട്ടുണ്ടാവണം. മനസ്സിലായാ? വാടാ.